രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രാമചന്ദ്രായ വേധസേ നമഃ. രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേധസേ രഘുരാമായ നാഥായ സീതയാംപതേ നമഃ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ടം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. രാമ 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 പാഹി മാം. രാഘവാ മനോഹര മുകുന്ദ രാമ പാഹി മാം. രാവണാന്തക മുകുന്ദ രാമ രാമ പാഹി മാം. ദീനതകൾ നീക്കി നീ അനുഗ്രഹിക്ക സാദരം മാനവ ശിഖാമണി മുകുന്ദ രാമ പാഹി മാം. നിൻ ചരിതമോതുവാൻ നിലവിലോർമ്മ തോന്നണം പഞ്ചസാര കോപമാ മുകുന്ദ രാമ പാഹി മാം. രാമ 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 പാഹി മാം. രാമപാദം ചരണേ മുകുന്ദ രാമ പാഹി മാം. ലക്ഷ്മണ സുഗ്രീവന്മാർ ശ്രീരാമസന്നിധിയിൽ പ്രവേശിക്കുന്നത്. അങ്ങനെ തന്നെ പുറപ്പെടുക എങ്കിൽ നാം ഇങ്ങനെ പാർക്കയില്ലെന്ന് സുഗ്രീവനും തേരിൽ കരേറി സുമിത്രാത്മജനമങ്ങൈ ഭേരി മൃദംഗ ശംഖാദിനാദത്തോടും അഞ്ജനാപുത്ര നീലാഗരാധീരാലഞ്ജസാ വാനരസേനയോടും ദദാ ചാമരേശേതാതപത്രവ്യജനവാൻ സാമരസ സൈന്യനാഖണ്ഡലനെ പോലെ രാമൻ തിരുവടിയെ ചെന്ന് കാണതിന് ആമോദമോടെ നടന്നു കപിവരൻ. ഗഹുരദ്വാരി ശിലാതലേ വാഴുന്ന വിഹുലമാനസം ചീരാജിതം വിഹുലമാനസം ചീരാജിനധരം ശ്യാമം ജടാമകുടോജ്വലം മാനവം രാമം വിശാല വിലോല വിലോചനം ശാന്തം മൃദുസ്മിതചാരുമുഖാംബുജം കാന്താവിരഹസന്തപ്തം മനോഹരം കാന്തം മൃഗപക്ഷി സഞ്ജീവിതം ദാന്തം മുദാ കണ്ടു ദൂരാൽ കവിവരൻ തേരിൽ നിന്നാശുതാടത്തിറങ്ങിയിടിനാൻ. വീരനായോരു സൗമിത്രിയോടും ദദാ ശ്രീരാമപാദാരവിന്ദാദികി വീണു പൂരിച്ച ഭക്ത്യ നമസ്കരിച്ചിടി ഞാൻ. ശ്രീരാമദേവനും വാനരവീരനെ കാരുണ്യമോട് ഗാഠം പുണർനേടിന സൗഖ്യമല്ലീഭാൻ എന്നുര ചെയ്തുടൻ ഐക്യഭാവന പിടിച്ചെടുത്തിടിന. ആതിഥ്യമുള്ള പൂജയും ചെയ്തള ആദിത്യപുത്രനും പ്രീതി പൂണ്ടാൻ തുരോ. സീതാന്വേഷണോദ്യോഗം. ഭക്തിപരവശനായ സുഗ്രീവനും ഭക്തപ്രിയനോടുണർത്തിച്ചിതന്നേരം വന്നു നിൽക്കുന്ന കവികുലത്തെ കനിഞ്ഞൊന്ന് ദൃക്കം പാർത്തരുളേണം.
ആദരാൽ തൃക്കാക്കൽ വേല ചെയ്തിടുവാൻ തക്കൊരു മർക്കട വീരരി കാണായതൊക്കവേ. നാനാ കുലാചല സംഭവന്മാരിവർ, നാനാ സരദ്വീപ ശൈലനിവാസികൾ, പർവ്വതതുല്യ ശരീരികളേവർ ഉർവീപതേ. കാമരൂപികളെത്രയും ഗർവം കലർന്ന നിശാചരന്മാരുടെ ദുർവീര്യമെല്ലാം അടക്കുവാൻ പോകുന്നവർ ദേവാംശ സംഭവന്മാർ. ഇവരാകയാൽ ദേവാരികളെയൊക്കെയോ ഒടുക്കും ഇവരിനി. കീജിൽ ഗജബലന്മാരിതിലുണ്ട് താൻ, കേജി ദൃശഗജ ശക്തിയുള്ളവരുണ്ട്, കേജിതാമിത പരാക്രമമുള്ളവർ, കേജിൻ മൃഗേന്ദ്ര സമന്മാർ അറിഞ്ഞാലും. കേജിൻ മഹേന്ദ്ര നീലോൽപലരൂപികൾ, കേജിൽ കനക സമാന ശരീരികൾ, കേജന രക്താന്തനേത്രം ധരിച്ചവർ, കേജന ദീർഘവാലന്മാരധാപരെ, ശുദ്ധസ്ഫടിക സങ്കാശ ശരീരികൾ, യുദ്ധവൈദഗ്ധ്യമിവരോളമില്ല ആർക്കും. നിൻ കഴൽ പങ്കജത്തിങ്കിലുറച്ചവർ, സംഖ്യയില്ലാതോളമുണ്ട് കപിബലം. മൂലഫലജലവക്വാസനന്മാരായി ശീലഗുണമുള്ള വാനരന്മാരിവർ, തവകാജ്ഞാകാരികളെന്ന നിർണയം ദേവദേവേശ. രഘുകുല പുങ്കവ ഋക്ഷകുലാധിപനായുള്ള ജാമ്പവാൻ, പുഷ്കര സംഭവപുത്രനിവനെല്ലാം കോടി ഭല്ലുക വൃന്ദാധിപതി മഹാപ്രൗഢമതീ ഹനുമാനിവനെന്ന് മന്ത്രിവരൻ മഹാസത്വപരക്രമൻ, ഗന്ധവാത്മജനീശാംശ സംഭവൻ, നീലൻ ഗജൻ ഗവയൻ ഗവാഷൻ ദീർഘവാലധിപൂണ്ടവൻ, മൈന്ദൻ ദിവിതനും കേസരി മരുതൻ താതൻ മഹാബലി, വീരൻ ബ്രഹ്മാധിശരഭൻ സുഷേണനും, ശൂരൻ സുമുഖൻ ദിതിമുഖൻ, മൂർഖൻ ശീരൻ വലിമുഖനും, ഗന്ധമാദനൻ താരൻ വൃഷഭൻ നളൻ, വിനതൻ മമ താരാധനയനാമങ്കദനിങ്ങനെ ചൊല്ലുള്ള വാനരവംശരാജാക്കന്മാർ ചൊല്ലുവാനാവതല്ലോ അതോളമുണ്ടല്ലോ. വീണ്ടും നരന്തെന്നിവരോടരുൾ ചെയ്യുക വേണം, എന്നാലിവർ സാധിക്കുമൊക്കവേ. സുഗ്രീവവാക്യമിത്തം കേട്ടു രാഘവൻ, സുഗ്രീവനെ പിടിച്ചാലിംഗനം ചെയ്ത് സന്തോഷപൂർണാശ്രുനേത്രാംബുജത്തോട് അന്തർഗതവരളി ചെയ്തത്, സാദരം മൽക്കാര്യഗരവം നിങ്കൽ നിർണയം ഉൾക്കാമ്പിലോർത്ത കർത്തവ്യം. കുരുഷ്വനീ ജാനകീ മാർഗണാർത്ഥം നിയോഗിക്കനീ വാനരവീരനെ നാനാദിശി സഖേ. ശ്രീരാമവാക്യാമൃതം കേട്ടു വാനരവീരനയച്ചിത് 4 ദിക്കിങ്കലും 100,000 കവിവീരന്മാർ പോകുന്നു. ഓരോ ദിശി പടനായകന്മാരോടും പിന്നെ വിശേഷിച്ച് ദക്ഷിണ ദിക്കിനത്യുന്നതന്മാർ പലരും പോയി തിരയണം. അങ്കദൻ ജാമ്പവാൻ മൈന്ദൻ ദിവിതനും തുങ്കൻ നളനും ശരഭൻ സുഷീണനും വാദാത്മജൻ ശ്രീഹനുമാനായി ചെന്നു ബാധയൊഴിഞ്ഞുടൻ കണ്ടു വന്നിടണം. അത്ഭുതഗാത്രിയെ നീളത്തിരഞ്ഞെങ്ങു 30 നാളിനകത്ത് വന്നിടണം. ഉത്പലപത്രാക്ഷിതന്നെയും കാണാതെ 30 നാൾ കഴിഞ്ഞെങ്ങ് വരുന്നവൻ പ്രാണാന്തികം ദണ്ഡമാശു ഭുജിക്കണം. ഏനാംഗശേഖരൻ തന്നാണ് നിർണയം. 4 കൂട്ടത്തോട് യുദ്ധം നിയോഗിച്ചു കാലമേ പോയാലും നയിച്ചിടിനാൻ. രാഘവൻ തന്നെ തൊഴുതരികെ ചെന്നു ഭാഗവതോത്തമനും ഇരുന്നിടിനാൻ. യുദ്ധം കവികൾ പുറപ്പെട്ട നേരത്തെ ഭക്തിയാ തൊഴുതിത് വായുധനേനും. അപ്പോൾ അവനെ വേറെ വിളിച്ചാതരാൽ അത്ഭുത വിക്രമന്താനും അരുൾ ചെയ്തു. മനസ്സേ വിശ്വാസമുണ്ടാവതിന്നു നീ
ജാനകി കയ്യിൽ കൊടുത്തിടിതു സഖേ. രാമനാമാങ്കിതമാങ്കുലിയങ്കുലീയകം ഭാമിനിക്കുള്ളിൽ വികൽപ്പം കളവാനായി. എന്നുടെ കാര്യത്തിനോർക്കിൽ പ്രമാണം നീ മറ്റാരുമില്ലെന്ന നിർണയം. പിന്നെ അടയാളമാക്കും അരുൾ ചെയ്തു, മന്നവൻ പോയാലും എന്നയച്ചിടിനാൻ. ലക്ഷ്മി ഭഗവതിയാകെ സീതയാം പുഷ്കരപത്രാക്ഷിയെ കൊണ്ടുപോയൊരു രക്ഷോവരനായ രാവണൻ വാഴുന്ന ദക്ഷിണാദിക്കു നോക്കി കവി സഞ്ജയം. ലക്ഷവും വൃത്രാരിപുത്രതനയനും പുഷ്കര സംഭവപുത്രനും നീലനും പുഷ്കര ബാന്ധവ ശിഷ്യനും മറ്റുള്ള മർക്കട സേനാപതികളുമായി ദ്രുതം നാനാനഗനഗര ഗ്രാമദേശങ്ങൾ കാനന രാജ്യപുരങ്ങളിലും തഥാ തത്രേവ തിരഞ്ഞതി അതിസത്വരം നീള നടക്കും ദശാന്തരേ. ഗന്ധവാഹാത്മജനാദികളൊക്കവേ വിന്ധ്യാചലനാടവിപൊക്കി അടവിക്ക് തെരിയുമ്പോൾ ഹരേ വിന്ധ്യാചലാടവിപൊക്കു തെരിയുമ്പോൾ ഘോരമൃഗങ്ങളെയും കൊണ്ടു കൊന്നു തിന്ന് അതിക്രൂരനായൊരു നിശാചര വീരനെ കണ്ട് വേഗത്തോടടുത്താരിത് ദശകണ്ഠനം ഓർത്ത് കവിവരന്മാരെല്ലാം നിഷ്ഠുരമായുള്ള മുഷ്ടിപ്രഹാരേണ ദുഷ്ടനെ പെട്ടെന്ന് നഷ്ടമാക്കിയിടിനാർ. പങ്ക്തിമുഖനല്ലിവനെന്ന് മനസ്സിൽ ചിന്തിച്ചു പിന്നെയും വേഗേന പോയവർ. സ്വയം പ്രഭാഗിതി. അന്ധകാരാരണ്യമാശു പൊക്കിയിടിനാർ. അന്തരാദാഹവും വർദ്ധിച്ചേറ്റവും ശുഷ്കകണ്ഠോഷ്ടത്താലും അപ്രദേശത്തോടും മർക്കടവീരർ ഉണങ്ങി വരണ്ടൊരു ഗുഹയോടും നടക്കുന്ന നേരത്ത് ഒരു ഗുഹരം തത്ര കാണായി വിധിവശാൽ വല്ലീ തൃണഗണഛന്നമായൊന്നിരി ഇതിലില്ല വല്ലീ ജലമെന്നോർത്ത് നിൽക്കുമ്പോൾ ആർദ്രപക്ഷ ക്രൗഞ്ചഹംസാദി പക്ഷികൾ ഊർധ്വദേശേ പറന്നാർ. അതിൽ നിന്നുടൻ പക്ഷങ്ങളിൽ നിന്ന് വീണു ജലകണം. മർക്കടന്മാരത് കൊണ്ട് കൽപ്പിച്ചാർ, നല്ല ജലം ഇതിലുണ്ടെന്ന നിർണയം. എല്ലാവരും നാം ഇതിലിങ്ങിറങ്ങിയിടുക എന്ന് പറഞ്ഞൊരു നേരത്തെ മാരുതി മുന്നിലിറങ്ങിനാൻ. മറ്റുള്ളവർകൾ പിന്നാലെ തന്നിലിറങ്ങിക്കുളി നടക്കുമ്പോൾ കണ്ണ് കാണാൻ ഇരുട്ടുകൊണ്ടന്നേരം അന്യോന്യമൊത്ത് കയ്യും പിടിച്ചാകുലാൽ ഖിന്നതയോടും നടന്നു പോയി ചെന്നാർ. അതീവ ദൂരം തത്ര കണ്ടത് മുന്നിലമ്മാർ അതിധന്യദേശസ്ഥലം സ്വർണമയം മനോമോഹനം കാൺമവർ കണ്ണിന് ഏറ്റവും ആനന്ദകരപരം. ബാബികളുമുണ്ട് മണിമയവാരിയാല പൂർണ്ണകളായതീ അതീവ വിശദമായി. പക്കഫലങ്ങളാൽ നമ്രങ്ങളായുള്ള വൃക്ഷങ്ങളുണ്ട് കൽപ്പദ്രമതുല്യമായി. പീയൂഷാമി മധുദ്രോണി സംവിധ പേയ ഭക്ഷ്യാന്ന സഹിതങ്ങളായുള്ള വസ്ത്രങ്ങളുണ്ട് പലതരം. തത്രൈവ വസ്ത്രരത്നാദിപരിഭൂഷിതങ്ങളായി മാനസമോഹനമായ ദിവ്യസ്ഥലം മാനുഷവർജിതം ദേവഗേഹോപമം. തത്ര ഗേഹേ മണികാഞ്ചനവിദോ വിഷ്ടരേ ചിത്രാകൃതി പൂണ്ട് കണ്ടാരൊരുത്തിയെ യോഗം ധരിച്ചു ജടാവൽക്കലം പൂണ്ട് യോഗിനി നിശ്ചല ധ്യാന നിരതയായി. പാവകജാല സമാഭകലർന്ന് അതിപാവനയായ മഹാഭാഗയെ കണ്ട് തൽക്ഷണേ സന്തോഷപൂർണ്ണ മനസ്സുടെ ഭക്തിയും ഭീതിയും പൂണ്ട് വണങ്ങിനാർ. ശാഖാമൃഗങ്ങളെ കണ്ട മോദം പൂണ്ട് യോഗിനിതാനും അവരോട് ചൊല്ലിനാൾ, നിങ്ങളാരാകുന്നതെന്നും പറയണം, ഇങ്ങ് വന്നിടുവാൻ മൂലവും ചൊല്ലണം.
എങ്ങനെ മാർഗമറിഞ്ഞവാർ എന്നതും ഇങ്ങനെ പോകുന്നതെന്നും പറയണം എന്നിവ കേട്ടൊരു വായുതനയനും നന്നായി വണങ്ങി വിനീതനായി ചൊല്ലിനാൻ. വൃത്താന്തമൊക്കവേ കേട്ടാലും എങ്കിലോ സത്യമൊഴിഞ്ഞു പറയുമാറില്ല ഞാൻ. ഉത്തരകോസലത്തിങ്കൽ അയോധ്യ എന്നുത്തമയായുണ്ടൊരു പുരിഭൂതലേ. തത്രേവാണ ദശരഥനാം നൃപൻ പുത്രരുമുണ്ടായി ചമഞ്ഞിതു 4 പേർ. നാരായണ സമൻ ജ്യേഷ്ഠനവർകളിൽ ശ്രീരാമനാകുന്നതെന്ന് പറഞ്ഞാലും താതാജ്ഞയാവനവാസാർത്ഥമായവനും ഭ്രാതാവിനോടും ജനകാത്മജയായ സീതയാം പത്നിയോടും വിപിനസ്ഥലി മോദേന വാഴുന്ന കാലമൊരു ദിനം ദുഷ്ടനായുള്ള ദശാശി നിശാചരൻ കട്ടുകൊണ്ടാശ പോയിടിനാൻ പത്നിയെ. രാമനും ലക്ഷ്മണനാകും അനുജനും ഭാമിനി തന്നെ തിരഞ്ഞു നടക്കുമ്പോൾ അർക്കാത്മജനായ സുഗ്രീവനെ കണ്ട് സഖ്യവും ചെയ്ത് തമ്മിൽ അന്യോന്യമായി ഇന്നതിനഗ്രജനാകിയ ബാലിയെ കൊണ്ട് സുഗ്രീവന് രാജ്യവും നൽകിനാൻ. ശ്രീരാമനും അതിൻ പ്രത്യുപകാരമായി ആരാഞ്ഞ് സീതയെ കണ്ട് വരികുന്ന വാനരനായകനായ സുഗ്രീവനും വാനരന്മാരെ അയച്ചിതെല്ലാടവും. ദക്ഷിണ ദിക്കിൽ അന്വേഷിപ്പതിനൊരു 1,00,000 കവിവരന്മാരുണ്ട് ഞങ്ങളും. ദാഹം പുറാഞ്ഞ് ജലകാംക്ഷയാവുന്നു മോഹേന ഗഹ്വരം പൊക്കിതറിയാതെ ദൈവവശാലിവിടെ പോന്ന് വന്നിഹ ദേവിയെ കാണായതും ഭാഗ്യമെത്രയും. ആരെന്നതും ഞങ്ങളേതും അറിഞ്ഞില്ല, നേരെ അരുൾ ചെയ്യുക വേണമതും ശുഭേ. യോഗിനി താനും അത് കേട്ടവരോട് വേഗേന മന്ദസ്മിതം കൊണ്ട് ചൊല്ലിനാൾ. പക്വഫലമൂലജാലങ്ങളൊക്കെ ഭക്ഷിച്ച് അമൃതപാനം ചെയ്തു തൃപ്തരായി ബുദ്ധി തെളിഞ്ഞു വരുവിൻ എന്നാൽ മമ വൃത്താന്തം അതിയെ ചൊല്ലിത്തരുവൻ ഞാനും. എന്നത് കേട്ടവർ മൂലഫലങ്ങളും നന്നായി ബോധിച്ചു. മധുപാനവും ചെയ്തു ചിത്തം തെളിഞ്ഞു ദേവീ സമീപം പൊക്കു ബദ്ധാഞ്ജലി പൂണ്ട് നിന്നോരനന്തരം ചാരുസ്മിതപൂർവ വഞ്ചസായോഗിനി മാരുതിയോട് പറഞ്ഞു തുടങ്ങിനാൾ. വിശ്വവിമോഹനരൂപിണിയാകിയ വിശ്വകർമാത്മജാഹേമാ മനോഹരി നർത്തഭേദം കൊണ്ട് സന്തുഷ്ടനാക്കിനാൾ. മുക്തീന്ദുശേഖരൻ തന്നെ അതുമൂലം ദിവ്യപൂരം ഇടം നൽകിനാൻ. ഈശ്വരൻ ദിവ്യ സംവത്സരാണായുധായുധം ഉത്സവം പൂണ്ട് വസിച്ചങ്ങളിഹ പുരാ തൽസഹിനാനിഹ നാംന സ്വയം പ്രഭ സന്തതം മോക്ഷം അപേക്ഷിച്ചിരിപ്പോരു ഗന്ധർവപുത്രി സദാ വിഷ്ണുതത്പര. ബ്രഹ്മലോകം പ്രവേശിച്ചിതു ഹേമയും നിർമ്മലഗാത്രി എന്നോട് ചൊല്ലിനാൾ. സന്തതം നീ തപസ്സും ചെയ്തിരിക്കടോ, ജന്തുക്കളത്ര വരികയുമില്ലല്ലോ. ത്രേതായുഗേ വിഷ്ണു നാരായണൻ ഭുവി ജാതനായിടും ദശരഥപുത്രനായി ഭൂഭാരനാശനാർത്ഥം ദിവിനസ്ഥലി ഭൂപതി സഞ്ചരിച്ചിടും. ദശാന്തരി ശ്രീരാമപത്നിയെ കണ്ടു കട്ടുകൊള്ളും അതിക്രൂരനായിടും ദശാനനക്കാലം. ജാനകീദേവി അന്വേഷണത്തിനായി ബാലന്മാർ വരും നിൻ ഗുഹാമന്ദിരേ. സൽക്കരിച്ചീടൻ അവരെ പ്രീതി കൊണ്ട് നീ മർക്കടന്മാർക്കുപകാരവൻ ചെയ്തു പോയി. ശ്രീരാമദേവനെ കണ്ടു വണങ്ങുക നാരായണസ്വാമി തന്നെ രഘൂത്തമൻ. ഭക്ത്യാവരനെ സ്തുതിച്ചാൽ വരും തവ മുക്തിപദം യോഗിഗമ്യം സനാതനം. ആകയാൽ ഞാനിനി ശ്രീരാമദേവനെ വേഗേന കൺമതിനായി കൊണ്ടുപോകുന്നു. നിങ്ങളെ നേരെ വരുവഴി കൂട്ടുവൻ. നിങ്ങളെല്ലാവരും കണ്ണടച്ചിടുവൻ. ചിത്തം തെളിഞ്ഞവർ കണ്ണടച്ചിടിനാർ. സത്വരം പൂർവസ്ഥിതാട വിമുക്കിത് ചിത്രം വിചിത്രം വിചിത്രം എന്നോർത്തവർ
പദ്ധതിയൂടെ നടന്നു തുടങ്ങിനാൻ. യോഗിനിയും ഗുഹാവാസം ഉപേക്ഷിച്ചു യോഗേശ സന്നിധി പുക്കാൾ അതിദ്രുതം ലക്ഷ്മണ സുഗ്രീവ ലക്ഷ്മണ സുഗ്രീവ സേവിതനായിക ലക്ഷ്മീശനെ കണ്ട് കൃത്വാ പ്രദക്ഷിണം ഭക്ത്യാ സഗദ്ഗദം രാമാഞ്ച സംവിധം നത്വാ മുഹുർമുഹുസ്തത്വാ ബഹുവിധം ദാസീരവാഹം ബൃഹപതേ രാജേന്ദ്ര വസുദേവ പ്രഭോ രാമദയാനിധേ കാൺമതിനെ കൊണ്ടുവന്നേനിവിടെ ഞാൻ സാമ്യമില്ലാതെ ജഗൽപതേ ശ്രീപദേ ഞാൻ അനേകായിരം സംവത്സരം തവ ധ്യാനേന നിത്യം തപസ്സു ചെയ്തിടിനേൻ. തദ്രൂപ സന്ദർശനാർത്ഥം തപോബലം അദ്ദൈവ നൂനം ഫലിതം ബൃഹപതേ. ആദ്യനായോരു ഭവന്തം നമസ്യാമി വേദനല്ലാരാലുമേ ഭവാൻ നിർണയം. അന്തർബഹിസ്ഥിതം സർവഭൂതേഷ്വപി സന്തമലക്ഷ്യരാജ്യാദ്യന്തഹീനം പരം മായായവനികാച്ഛന്നനായി വാഴുന്ന മായാമയനായ മാനുഷവിഗ്രഹൻ അജ്ഞാനികളാൽ അറിഞ്ഞുകൂടാതൊരു വിജ്ഞാനമൂർത്തിയല്ലോ ഭവാൻ കേവലം. ഭാഗവതന്മാർക്ക് ഭക്തിയോഗാർത്ഥമായി ലോകേശമുഖ്യാമരോഹം അർത്ഥിക്കയാൽ ഭൂമിയിൽ വന്നവതീർണനം നാഥിനി താമസിയായ ഞാനന്തറിയുന്നതും സച്ചിന്മയം തവദത്തം ജഗത്രയേ കച്ചിൽ പുരുഷനറിയും സുഹൃദിനാം രൂപന്തദ്വേദം സദാഭാത മനസ്സേ താപസാന്തസ്ഥിതം താവത്രയാപഹം. നാരായണ തവ ശ്രീപാദദർശനം ശ്രീരാമ മോക്ഷികദർശനം കേവലം. ജന്മമരണഭീതാനാദർശനം സന്മാർഗദർശനം വേദാന്തദർശനം. പുത്രകളത്ര മിത്രാർത്ഥ വിഭൂതി കൊണ്ട് എത്രയും ദർപ്പിതരായുള്ള മനുഷ്യർ രാമരാമേ ജപിക്കില്ലെന്നുമേ രാമനാമം ജപിക്കായി വരേണമേ. നിത്യം നിവർത്ത ഗുണത്രയമാർഗായ നിത്യായ നിഷ്കിഞ്ചനാർത്ഥായ തേ നമ. സ്വാത്മാഭിരാമായ നിർഗുണായ ത്രിഗുണാത്മനേ സീതാഭിരാമായ തേ നമ. വേദാത്മകം കാമരൂപിണം ഈശാനം ആദിമധ്യാന്ത വിവർജിതം സർവത്ര അന്യേ സമഞ്ജനരന്തം പുരുഷം പരം നിന്നെ നിനക്കൊഴിഞ്ഞാർക്കറിഞ്ഞിടാവോ. മർത്യവിടംബനം ദേവ തേ ചേഷ്ടിതം ചിത്തേ നിരൂപിക്കലന്തറിയാവതും ത്വന്മായയാ വിഹിതാത്മാക്കൾ കാണുന്ന ചിന്മയനായ ഭവാനെ ബഹുവിധം ജന്മവും കർത്തൃത്വവും ചെറുതില്ലാതെ നിർമ്മലാത്മാവാം ഭവാൻ. അവസ്ഥാന്തരേ ദേവതരിക്മാനുജാതികളിൽ ജനിച്ച് ഏവം ആദ്യങ്ങളാം കർമ്മങ്ങൾ ചെയ്വതും നിൻ മഹാമായ വിഡംബനം നിർണയം. കൽമഷഹീന കരുണാനിധി വിഭോ മേദിനി തന്നൽ വിചിത്രവേഷത്തോടും ജാതനായി കർമ്മങ്ങൾ ചെയ്യുന്നതും ഭവാൻ. ഭക്തരായുള്ള ജനങ്ങൾക്ക് നിത്യവും തൽക്കഥാപീയൂഷമാപാന സിദ്ധിക്കെന്നും ചൊല്ലുന്നിതു ചിലർ, മറ്റും ചിലരിക ചൊല്ലുന്നിതു. ഭൂവി കോസല ഭൂപതി തന്നോട് ഘോരതപ ഫലസിദ്ധയേ നിർണയമെന്ന് ചിലർ പറയുന്നിതു. കൗസല്യയാൽ പ്രാർത്ഥ്യമാനമായിട്ടിഹ മൈഥിലി ഭാഗ്യസിദ്ധിക്കുന്നിതു ചിലർ. സൃഷ്ടാവതാനപേക്ഷിക്കയാൽ വന്നിഹ ദുഷ്ടനിശാചര വംശമൊടുക്കുവാൻ മർത്യനായി വന്ന് പിറന്നത് നിർണയം പൃഥ്വിയിലെന്ന് ചിലർ പറയുന്നിതു. ഭൂപാലപുത്രനായി വന്ന് പിറന്നിതു ഭൂഭാരനാശനത്തിനെന്നിതു ചിലർ. ധർമ്മത്തെ രക്ഷിച്ചു അധർമ്മത്തെ നീക്കുവാൻ കർമ്മസാക്ഷി കുലത്തിങ്കൽ പിറന്നിതു. ദേവശത്രുക്കളെ നിഗ്രഹിച്ചൻപോട് ദേവകളെ പരിപാലിച്ചു കൊള്ളുവാൻ എന്ന് ചൊല്ലുന്നിതു. ദിവ്യമുനിജനമൊന്നും തിരിച്ചറിയാവതുമല്ലമേ
യാതൊരുത്തന്തൽ കഥകൾ ചൊല്ലുന്നത് ആദരവോട് കേൾക്കുന്നതും നിത്യമായി. നൂനം ഭവാർണവത്തെ കടന്നിടൂൻ കാണാം അവന് നിൻ പാദപങ്കേരുഹം. തന്മഹാമായ ബദ്ധയാകയാൽ ചിന്മയമായ ഭവത്സ്വരൂപത്തെ ഞാൻ എങ്ങനെയുള്ള വണ്ണം അറിഞ്ഞിടുന്നതെങ്ങനെ ചൊല്ലി സ്തുതിക്കുന്നതുമഹം. ശ്യാമളം കോമളം ബാണധനുർധരം രാമം സഹോദരസേവിതം രാഘവം സുഗ്രീവമുഖ്യ കവികുലസേവിതഗ്രീഭവന്തം നമസ്യാമി സാമ്പ്രതം. രാമായ രാമഭദ്രായ നമോ നമഃ. രാമചന്ദ്രായ നമസ്തേ നമോ നമഃ. ഇങ്ങനെ ചൊല്ലി സ്വയം പ്രഭയം വീണ മംഗലമാജ നമസ്കരിച്ചിടിനാൾ. മുക്തിപ്രദനായ രാമൻ പ്രസന്നനായി ഭക്തയാം യോഗിനിയോടരുളി ചെയ്തു. സന്തുഷ്ടനായേനഹം തവ ഭക്തി കണ്ട് എന്തൊന്നു മനസ്സേ കാംക്ഷിതം ചൊല്ലു നീ എന്നത് കേട്ടവളം പറഞ്ഞിടിനാൾ. ഇന്ന് വന്നു മമ കാംക്ഷിതമൊക്കവേ എത്ര കുത്രാപി വസിക്കലും തൊൽപാദഭക്തി കിളക്കമുണ്ടാകാതിരിക്കണം. തൊൽപാദഭക്ത പ്രഭൃത്യേഷു സംഘം പുനരുൾപ്പൂവിൽ എപ്പോഴും ഉണ്ടാകുകയും വേണം. പ്രാകൃതന്മാരാം ജനങ്ങളിൽ സംഗമം ഏകതാ സംഭവിച്ചിടായ മാനസേ. രാമരാമേരി ജപിക്കായി വരേണമേ. രാമപാദേ രമിക്കേണമെൻ മാനസം. സീതാ സുമിത്രാത്മജാന്വിതം രാഘവം പീതവസ്ത്രം ശാഭബാണാസനധരം ചാരമർകുടകടക കടിസൂത്രം ഹാരമകരമണിമയ കുണ്ഡല നുപുരഗേഹ്യമാംഗദാദി വിഭൂഷണ ശോഭിതരൂപം വസിക്കുമേ മാനസേ. മറ്റെനിക്കേതുമേ വേണ്ട വരം വിഭോ പറ്റായ ദുസ്സംഗമുള്ളിലൊരിക്കലും. ശ്രീരാമദേവൻ അത് കേട്ടവളോട് ചാരും അന്തസ്പിതം പൂണ്ടരുളി ചെയ്തു. ഏവം ഭവിക്ക നിനക്ക് മഹാഭാഗ്യേ. ദേവി നീ പോക ബദര്യാശ്രമസ്ഥലേ. തത്രേവ നിത്യം എന്നെ ധ്യാനവും ചെയ്ത് മുക്ത്വാ കളേവരം പഞ്ചഭൂതാത്മകം ചേരുമെങ്കിൽ പരമാത്മനി കേവലേ തീരും ജനന മരണ ദുഃഖങ്ങളും. ശ്രുത്വാരുഹോത്തമവാക്യാമൃതം മുദാ ഗത്വാ തദൈവ ബദര്യാശ്രമസ്ഥലേ. ശ്രീരാമദേവനെ ധ്യാനിച്ചിരുന്നുടൻ നാരായണപദം പ്രാപിച്ചവ്യയം. ഓം ശ്രീരാമചന്ദ്രായ നമോ നമഃ. ഓം ശ്രീരാമചന്ദ്രായ നമഃ. രാമ 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 പാഹി മാം. നിൻ ചരിതമോതുവാൻ നിലവിലോർമ്മ തോന്നണം. പഞ്ചസായ കോപമാ മുകുന്ദരാമ പാഹി മാം. ശങ്കര സദാശിവ നമ ശിവായ മംഗള. ചന്ദ്രശേഖര ഭഗവത് ഭക്തി കൊണ്ടു ഞാനിതാ രാമമന്ത്രമോതിടും നിരാമയങ്ങൾ നീങ്ങുവാൻ. രാമ രാഘവ മുകുന്ദ രാമ രാമ പാഹി മാം.